അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, മറ്റു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, ഈദ് റബീഇന്റെ പ്രൗഢമായ ഈ വേദിയിൽ പ്രിയപ്പെട്ട ഉമ്മ എന്ന വിഷയത്തിൽ ചില വിചാരപ്പെടലുകൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഏറ്റവും കടപ്പാട് ആരോടാണ് നബിയെ? അജ്ഞാനവർത്തിയായ ഒരു അനുചരൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, നിന്റെ ഉമ്മയോട് കൂടുതൽ ആലോചിക്കേണ്ടതില്ലാത്ത വിധം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറയുകയാണ്. പിന്നെ ആരോട് എന്ന് രണ്ടും മൂന്നും തവണ ആവർത്തിച്ച് ചോദിച്ചപ്പോഴും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞത് ഉമ്മയോട് എന്നാണ്. കാരണം ആ കടപ്പാട് ഒരു മനുഷ്യ ആയുസ് കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയുന്നതല്ല. അനുപമ വ്യക്തിത്വമാണ് മാതാവ്. ഒന്നുകൊണ്ടും പകരം വെക്കാൻ കഴിയാത്ത അപാരമായ പ്രതിഭാസമാണ് മാതൃത്വം. മക്കളെ ലാലിക്കാനും ഓമനിക്കാനുമുള്ള വികാരം പെൺമയിൽ അന്തർലീനമാണ്. അസഹ്യമായ വേദന സഹിച്ച് ഗർഭം ചുമക്കുന്നതും പ്രയാസം സഹിക്കുന്നതും വേദന സഹിച്ച് പ്രസവിക്കുന്നതും നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന വിസർജ്യങ്ങൾ വൃത്തിയാക്കുന്നതുമൊക്കെ ഈ വികാരത്തിന്റെ പ്രകടനങ്ങളാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു മാതാവ് നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് മാതാവിന് നന്ദി ചെയ്യണമെന്ന് പറയുന്നത്. കാരണം അത്ര വലിയ ത്യാഗമാണ് ഓരോ മാതാവും മക്കൾക്ക് വേണ്ടി അനുഭവിക്കുന്നത്. മാതൃത്വത്തോട് പുണ്യം ചെയ്യാവുന്ന വികാരങ്ങളില്ല. സന്താനങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന ഓരോ ബുദ്ധിമുട്ടുകളും മധുരമായി ആനന്ദമാക്കി മാറ്റാൻ കഴിവുള്ള വികാരമാണ് മാതൃത്വം. അതുകൊണ്ടാണ് സ്നേഹത്തോടെ ആ മുഖഗമനത്തിലേക്ക് നോക്കൽ പുണ്യമാണെന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്. മക്കളുടെ കാര്യത്തിൽ സ്വന്തം ബലഹീനതകൾ മറക്കുന്നവരാണ് മാതാപിതാക്കൾ. മക്കൾക്ക് അസുഖം വന്നാൽ ഉറക്കമൊഴിച്ചിരിക്കുന്നവരാണ് ഉമ്മമാർ. രോഗം സഹിക്കവയ്യാതെ കണ്ണടച്ചിരിക്കുമ്പോഴും ഒരുപോലെ കണ്ണടക്കാതെ കാവലിരിക്കാൻ കെട്ടിക്കൊണ്ടുവന്ന ഭാര്യമാർ പോലും അപര്യാപ്തരാകുന്ന ഇടത്താണ് ഉമ്മയുടെ പ്രസക്തി നാം തിരിച്ചറിയുന്നത്. ആത്മീയാനന്ദം തേടി അന്യനാട്ടിലേക്ക് പലായനം ചെയ്യുന്നവരും പ്രബോധനമെന്ന പേരിൽ നാടുനീളെ നടക്കുന്ന താടിക്കാരും ആത്മീയതയുടെ അർത്ഥം തേടി വ്യാജത്വരീക്കത്തിൽ പെടുന്നവരൊക്കെ മനസ്സിലാക്കാതെ പോയ അടിസ്ഥാനപരമായ യാഥാർത്ഥ്യമുണ്ട്. സ്വർഗം സ്വന്തം വീട്ടിലുണ്ട് എന്ന സത്യം. ഉമ്മാന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്ന തിരുമൊഴി അഥവാ ഉമ്മയുടെ തൃപ്തിയാണ് സ്വർഗത്തിലേക്കുള്ള വാതായനം. സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ പോലും ഉമ്മ വിളിച്ചാൽ ഉത്തരം നൽകണമെന്നാണ് മതഹിതം. കാരണം ഉമ്മയുടെ തൃപ്തി ആരാധനകളുടെ സ്വീകാര്യതയ്ക്ക് അനിവാര്യമാണ്. ഉമ്മയുടെ പ്രാർത്ഥനയുടെ ശക്തി അപാരമാണ്. ഉമ്മയുടെ പ്രാർത്ഥനകൾ കൊണ്ട് അത്യുന്നതത്തിലെത്തിയ കഥകളും വളരെ ദയനീയമായ സംഭവങ്ങളും ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്ത് വാങ്ങാൻ വേണ്ടി തൂരി സീനാ പർവ്വതത്തിലേക്ക് കയറുന്ന സമയത്ത് കാലിടറിയ ഘട്ടത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു സൂക്ഷിക്കാൻ പറയുന്ന ഒരു ഘട്ടമുണ്ട്. കാരണം അവിടെ മൂസാ നബിക്ക് വേണ്ടി അള്ളാഹുവിലേക്ക് ഉയരുന്ന മാതാവിന്റെ കരങ്ങളില്ല എന്നതാണ്. മാതാപിതാക്കൾ നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങളുടെ കടപ്പാടുകൾ അവർ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞാലും തീരുന്നില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരുടെ കൂട്ടുകാരെയും ഇഷ്ടക്കാരെയും ആദരിക്കാൻ പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഉമ്മ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം സന്ദർശിക്കാറുണ്ടായിരുന്നു. അവിടുന്ന് ഉമ്മയെ ഓർത്ത് കരയാറുണ്ടായിരുന്നു. മുത്തുനബി തങ്ങൾ കരയുന്നത് കണ്ട് ഞങ്ങളും കരഞ്ഞിരുന്നു എന്ന് അനുചരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രവാചകർക്ക് ഉമ്മയെ അത്രമേൽ ഇഷ്ടമായിരുന്നു. അളക്കാൻ കഴിയാത്ത ആഴവും പരപ്പുമുള്ള ഇഷ്ടം. ആ ഉമ്മയുടെ കൂടെ സ്വർഗം കരസ്ഥമാക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ.
വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.